ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, ഒരു വാർഡ്രോബ് ഉണ്ടാക്കുക എന്നുള്ളത്. അത് കുറച്ച് നാളായിട്ട് എത്ര ശ്രമിച്ചിട്ടും പറ്റാത്തൊരു കാര്യമായിരുന്നു. അതായത് സമയമില്ലാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ അത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എല്ലാ വീഡിയോസും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കാനഡയിൽ താമസിക്കുന്നവർക്കറിയാം, നമുക്ക് ക്ലോസറ്റ് ആണുള്ളത്, വാർഡ്രോബ് ഇല്ല. ഇവിടെ വാർഡ്രോബ് വേണമെങ്കിൽ നമ്മൾ വാങ്ങി വെക്കണം. അപ്പോൾ നമ്മുടെ ക്ലോസറ്റ് എന്ന് ഇവിടെ പറയുന്നത് ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലം, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ക്ലോസറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ക്ലോസറ്റ് പോലെ ടോയ്ലറ്റിലെ ക്ലോസറ്റ് അല്ല. ഇവിടെ എല്ലാ റൂമിലും ഓരോ ക്ലോസറ്റ് ഉണ്ടാവും. അതായത് നമ്മുടെ ഡ്രസ്സൊക്കെ ഹാങ് ചെയ്തിടാനായിട്ട് ഒരു സ്പേസ്, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ അത്യാവശ്യം അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനാണെങ്കിലും നമുക്ക് ഈ സ്പേസ് ഉപയോഗിക്കാം. ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഹാങ് ചെയ്തിരുന്ന റോഡ് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ, ഈ ഒരു കമ്പി തടി പോലത്തെ. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ പിള്ളേരുടെ ഡ്രസ്സുകളും നമ്മുടെ ഡ്രസ്സുകളൊക്കെ ആണെങ്കിലും ഒരുപാടുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ എവിടെ കൊണ്ട് വയ്ക്കും. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ആമസോണിൽ നിന്നൊരു താൽക്കാലികമായിട്ടൊരു കമ്പിയുടെ ഒരു ഇത് വാങ്ങി അങ്ങനെ വെക്കുകയായിരുന്നു കേട്ടോ. അതൊരു ഷെൽഫ് പോലെ നമുക്ക് തന്നെ അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം ഞാനത് വെച്ചു. പക്ഷേ എങ്കിലും അത് അത്ര ശാശ്വതമല്ല. പിന്നെ തന്നെയല്ല, പിള്ളേരൊക്കെ ഉള്ളപ്പം അവരെപ്പോഴും അതിനകത്തുനിന്ന് ഓരോന്ന് എടുത്തുകൊണ്ട് പോകും, പിന്നെ അതെല്ലാം മെസ്സി ആക്കിയിടും. അപ്പോൾ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണത്. അപ്പം ഞാൻ കുറേ ദിവസമായി പറയുന്നു ചേട്ടനോട്, നമുക്കൊരു വാർഡ്രോബ് അലമാരി പോലെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും ചേട്ടന് സമയമില്ലാത്തതുകൊണ്ട് ചേട്ടൻ പിന്നെയാട്ടെ നീട്ടി വെച്ചു. അപ്പോൾ ഇന്ന് എന്തായാലും ജോലി കഴിഞ്ഞ് വന്നപ്പം എന്തോ ഒരു മൂഡിൽ വന്ന് എന്നോട് പറഞ്ഞു, നമുക്കിപ്പം തന്നെ പോകാം, സാധനം വാങ്ങാം, ഇപ്പം തന്നെ ചെയ്യാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ വേഗം ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് ഹോം ഡിപ്പോട്ടിലേക്കാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഹോം റിലേറ്റഡ് അല്ലെങ്കിൽ വീടിന് വേണ്ട എന്ത് സാധനങ്ങളും വാങ്ങാൻ ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് നമ്മുടെ ഹോം ഡിപ്പോട്ട് കേട്ടോ. കാരണം നമുക്ക് എല്ലാ സാധനങ്ങളും അവിടെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് വേറെ എവിടെ പല കടകളിൽ നടന്ന് ഷോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഷോപ്പിനുള്ളിൽ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഇപ്പം നിങ്ങൾ വീടിന് വേണ്ടിയൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പം പുതിയതായിട്ട് ബേസ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കാനാണെങ്കിൽ അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അവിടെ ലോണൊക്കെ ഉണ്ട്. ലോൺ എന്ന് വെച്ചാൽ ഇപ്പോൾ 6 മാസത്തേക്ക് നമുക്ക് ഫ്രീ ആണ്. പേയ്മെൻ്റ് ഒന്നും നമ്മൾ അടയ്ക്കേണ്ടതില്ല. 6 മാസത്തിന് ശേഷം നമ്മൾ അടയ്ക്കാൻ തുടങ്ങിയാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അന്വേഷിച്ച് വെക്കുക. പുതിയതായിട്ട് വീട് വാങ്ങുന്നവർക്കും ബേസ്മെൻ്റ് ഒക്കെ പണിയണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ അത് ഉപകാരപ്പെടുന്ന കാര്യമാണ്. കാരണം അന്നേരം നമ്മുടെ കയ്യിൽ പൈസയൊന്നും ഒരുപാട് ഉണ്ടാവില്ല. അപ്പം നമുക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ചോദിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇപ്പം നമ്മളിതാ ഇവിടെ വന്നു. ഇവിടെ നമ്മൾ നമ്മുടെ ഈ തടി പർച്ചേസ് ചെയ്യുന്ന ഇതിലാണ് കേട്ടോ. ഈ പലക ശരിക്കും പറഞ്ഞാൽ പല ചേട്ടനതിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള പലകയാണ് എടുക്കുന്നത് കേട്ടോ. ഇവിടെ പല വിലയും പല ക്വാളിറ്റിയും അനുസരിച്ചുള്ളതുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കി നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം. പിന്നെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മളുടെ മെഷർമെൻറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഇവർ കട്ട് ചെയ്ത് നമുക്ക് തരും. അപ്പോൾ ആ കട്ട് ചെയ്തത് നേരെ നമുക്ക് കൊണ്ടുപോയി ഫിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ചേട്ടൻ ഇവിടെ മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളതുകൊണ്ട് നമ്മളത് കാണിച്ച് അതനുസരിച്ച് കട്ട് ചെയ്ത് വാങ്ങാനാണ് കേട്ടോ. അപ്പോൾ അതാ ചേട്ടൻ ഇവിടെ തടിയൊക്കെ നോക്കി എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സപ്പോർട്ടിന് വേണ്ടി 4 സൈഡിലും വെക്കാൻ വേണ്ടിയാണ്. 3 സൈഡ്. അപ്പോൾ ഇതിന് ഒരെണ്ണത്തിന് $3.87 $3.87. അപ്പം അതിൻ്റെ ഒരു 2-3 എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി വേണ്ടത് നമുക്ക് നല്ല തട്ടടിക്കാൻ വേണ്ടിയിട്ടുള്ള പലകയാണ്. അപ്പോൾ അത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ബലം കിട്ടും. നടുക്കിതടിച്ചിട്ട് അപ്പുറം ഇപ്പുറം തട്ടടിക്കാനോ? പിന്നെ നോക്കുക, ഇത് കണ്ടോ, നടുക്ക് ഫ്രണ്ടിലാണ്. ഫ്രണ്ടില് മറ്റേ ചുമ്മാ ഇങ്ങനെ ഒരെണ്ണം. അപ്പൊ ഒരു ബലത്തിന് വേണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലേ? കാര്യം പൈസ കൂടുതലാണ്. ഇത് എത്രയാണ്? ഇത് 16. ഇതിൻ്റെ കട്ടിയുള്ള മറ്റേത് 3 ഉള്ളൂ. ഇത് 3 ഉള്ളൂ. പക്ഷെ അതിന്റെ ക്വാളിറ്റിയേ ഉള്ളൂ. അപ്പം 3ന്റെ ക്വാളിറ്റിയേ ഉള്ളൂ. ഇതൊക്കെ ഇലക്ട്രിക്കലും പ്ലംബിങ്ങിൻ്റെ ഒക്കെ സാധനങ്ങളാണ് കേട്ടോ. അതേപോലെ തന്നെ ഡോറുകളുണ്ട്, വാഷ്റൂമിൻ്റെ വേണ്ട സാധനങ്ങളുണ്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാവിധ സാധനങ്ങളും ഇവിടെയുണ്ട്. അതുപോലെ ലാഡർ, നമ്മുടെ ഏണി പണിക്ക് വേണ്ട എല്ലാ ടൂൾസ്, സ്ക്രൂകൾ, അങ്ങനെ
അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പലക. ഇത്രയും വീതിയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നോക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് കട്ട് ചെയ്ത് തരും. കട്ടിയില്ല, ഇതിന് കട്ടിയില്ലല്ലോ. ഇതിനവിടെ കട്ടിയിരിക്കുന്നത്. ഇത് കുഴപ്പമില്ല, ഇത് കാര്യം കുഴപ്പമില്ല. പക്ഷെ അതിന് തട്ടിക്ക് ഇതോ ഇത് മുറിക്കാൻ പാടില്ല. ഇതിന് ഭയങ്കര കട്ടിയല്ലേ ഈ സാധനം. അപ്പോൾ ഞങ്ങൾ ഫൈനലി പലകയൊക്കെ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാൻ ഒരു ചെടിപ്പിരാന്തിയാണ് കേട്ടോ. അപ്പോൾ എവിടെ ചെടി കണ്ടാലും ഞാൻ ഉണ്ടാവും. അപ്പോൾ ചേട്ടൻ പലക സെലക്ട് ചെയ്ത് സ്ക്രൂ നോക്കാൻ പോയ സമയത്തിന് ഞാൻ അവിടുന്ന് ഒന്ന് മുങ്ങി വേഗം ചെടിയുടെ സ്ഥലത്ത് പോയി. അപ്പോൾ നോക്കുമ്പോൾ ഒരു ഓർക്കിഡിന് നല്ല ഓഫർ, $9 ഒരു വലിയ ഓർക്കിഡ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അത് വാങ്ങാമെന്ന് കരുതി അത് വാങ്ങി. പിന്നെ കുറച്ച് ചെടിയുടെ വിത്തുകൾ, ഇതെല്ലാം പെരിനിയൽസ് ആണ് കേട്ടോ. പെരിനിയൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വട്ടം മാത്രം ഇട്ടാൽ മതി, പിന്നെ എല്ലാ വർഷവും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ഗാർഡനിൽ കിളുത്ത് വന്നോളും കേട്ടോ. ഒറ്റ തവണ നമ്മൾ ഇത് പാകി കൊടുത്താൽ മതി. അപ്പം ഇത് നമുക്ക് ഏറ്റവും ലാഭമുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും വാങ്ങി, കുറച്ച് വിത്തുകൾ, നല്ല കുറച്ച് വിത്തുകൾ വാങ്ങിയിട്ട് അതും എടുത്തു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ബില്ലടിക്കാൻ വന്നതാണേ. ഇവിടെ ബില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. Hi there, just 1 second, sorry. So you collect pro points, sir? ഓക്കെ. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നു. ചേട്ടൻ വന്ന പാടെ പണി തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽപ്പുണ്ട് കേട്ടോ. ചേട്ടനിവിടെ സ്ക്രൂ ചെയ്യാനുള്ള സ്ഥലം കണ്ടുപിടിക്കുക. ഇത് സ്റ്റഡ് ഫൈൻഡർ വെച്ചിട്ടാണ് കേട്ടോ ഇത് കണ്ടുപിടിക്കുന്നത്. AC പവർ കാണാനായിട്ട് സാധനമുണ്ട്. അപ്പോൾ അത് ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കറണ്ടിൻ്റെ എന്തോ വേറെ വഴിക്ക് പോകണ്ടെന്നാണ്. അപ്പോൾ നമ്മളതിന് സ്റ്റേ ഫാർ കൊടുക്കണം. ഈ പണി സൂപ്പറല്ലേ കുഞ്ഞോ. ഇച്ചിരി പാളിപ്പോയി, എന്നാലും സംഭവം സൂപ്പർ. എന്തൊക്കെ ചെയ്താലും ജീവിക്കാൻ പറ്റുന്നത്. തൊടാതിരുന്ന സമാധാനം, പീസ് ഓഫ് മൈൻഡ്. ഒട്ടുപോയി കഴിഞ്ഞാൽ കഴിക്കും.
ഇപ്പൊ അങ്ങനത്തെ കാര്യമില്ല, ചെയ്യേണ്ടത് ചെയ്യണം. ഇത് കുറെ നാളായ കാര്യല്ലേ. ഇന്ന് ചെയ്യാൻ നാളെ ചെയ്യാൻ നീട്ടി ഇരുന്ന് ഇത്ര നാളായി. സമ്മറിന് പറയും വിന്റർ ആവട്ടെ, അതെ ചേട്ടയുടെ ഈ കള്ളി ഇച്ചിരി വലിപ്പം കുറവാട്ടാ. അത് കുഴപ്പമില്ല, ദാറ്റ്സ് ഓക്കെ. 14 മറ്റേതൊക്കെ 16 വലിപ്പം കൂടുതലുള്ള ഞാൻ എടുത്തോളാം. എനിക്ക് ഇനി കൊള്ളാൻ ഡ്രസ് മാത്രം ഞാൻ ഉപയോഗിക്കണുള്ളത്, കൂടുതൽ ഉപയോഗിക്കണം. കറണ്ട് ഉള്ളതാണ് ഈ അടിക്കുന്നത്. കറണ്ട് അല്ല, സ്റ്റഡ് ഇല്ലേ, പലക ഇങ്ങനെ ബാക്കിൽ വെച്ചിട്ട് ചെയ്യണല്ലേ. ആ പലക വന്നോടത്താണ് സ്റ്റഡ് ഫൈൻഡർ ആണിത്. ആ സ്റ്റഡ് വന്നോടത്താണ് ഇത് അലാം അടിക്കുന്നത്. പിന്നെ അത്രമാത്രം ആക്യുറസി ഉള്ളതൊന്നും അത്. അതുകൊണ്ട് പല പ്രശ്നമാണ്. നല്ല കമ്പനിയുടെ സാധനമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റ ഇതിൽ കിട്ടും, മനസ്സിലായോ? വലിയ ഗുണമില്ലാത്ത കമ്പനിയൊക്കെ ആകുമ്പോൾ പറഞ്ഞാൽ അത് നമ്മളെ കളിപ്പിക്കും. പിന്നെ അത് നീക്കി പോണതിൻ്റെ സ്പീഡും ഒരു വലിയ കാര്യമാണ്. ഇവിടെയോ? ഇവിടെ അടിക്കുന്നില്ലേ? ഇവിടെ മറ്റേ ചെയ്യും അല്ലേ? അപ്പൊ ഇവിടെ തൂക്കിടാൻ എന്ത് ചെയ്യും? അവിടെ തുളക്കണ്ടേ? അപ്പോൾ അതാ നമ്മുടെ വാർഡ്രോബ് അല്ലെങ്കിൽ അലമാര ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ദേ ചേട്ടൻ ഇവിടെ ഒന്ന് ജസ്റ്റ്
ക്ലീൻ ചെയ്യുകയാണ്. കാരണം അതിൻ്റെ പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇതൊക്കെ എടുത്ത് വെക്കാം, ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാം എന്ന് കരുതിയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പേപ്പറൊക്കെ ഇട്ടു. അപ്പോൾ ചേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് ഈ സൈഡിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ, നമ്മുടെ ഗമ്മിട്ട് ഒന്ന്. അപ്പോൾ അതാ നമ്മുടെ വാർഡ്രോബിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണണ്ടേ? ഇതാണ് കേട്ടോ. സൂപ്പർ അല്ലേ? എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ നല്ല സ്പേഷ്യസുമാണ്. അപ്പോൾ അതാ ചേട്ടൻ ഇവിടെ നമ്മുടെ ക്ലോസറ്റിൻ്റെ ഡോർ തിരിച്ച് ഫിറ്റ് ചെയ്യുകയാണ്. ഇനി ലോക്കും കൂടെ വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായി. അപ്പോൾ അതാ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ വാർഡ്രോബ് അല്ലെങ്കിൽ നമ്മുടെ അലമാര ഇതാ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട്. നല്ല ഉറപ്പുള്ള ഒരു അലമാരയാണ് കേട്ടോ. അപ്പോൾ അത് കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഇത് ഉണ്ടാക്കണം എന്നുള്ളത്. പിന്നെ നിങ്ങൾ ഈ കണ്ടിരിക്കുന്ന പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് വരച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഈ പെയിൻറ്റ് കളറൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ കഥകളിലൊക്കെ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ആഡ് ചെയ്യണോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ നിർദ്ദേശം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ശരിക്കും കറക്റ്റായിട്ട് അറിയണം അല്ലെങ്കിൽ എങ്ങനെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും അടുത്തൊരു ക്ലോസറ്റ് കൂടെ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഞാൻ അതെടുത്ത് കാണിക്കാം. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഇടുക. അപ്പോൾ ഞങ്ങളത് ഇട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ. അതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നും ബാക്കിയുള്ള ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതാ എല്ലാം കഴിഞ്ഞ് ഞാനിവിടെ തുണികളൊക്കെ മടക്കി നല്ല അടുക്കി വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എല്ലാം വൃത്തിയായിട്ടിരിക്കുന്നുണ്ട്. ബ്ലാങ്കറ്റ്സ് ഒക്കെ മുകളിൽ വെച്ചു. ബാക്കിയുള്ള ചേട്ടൻ്റെ ഷർട്ടുകളും പാൻറ്റും ഇതൊക്കെ എൻ്റെ ചുരിദാറും സാരിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ സ്ഥലമായി. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരു റിവ്യൂവും കൂടെ കേൾക്കാം. എൻ്റെ മകൻ നോയലിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. അവനോട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അവൻ പറയുന്നത് കേട്ടോണേ. എങ്ങനെയുണ്ട് നോയൽ? സൂപ്പറാണോ? അടിപൊളിയാണോ? അനി നോയലിന് ഉണ്ടാക്കണോ? ഉണ്ടാക്കണോ? അപ്പായിട്ട് പറയാം. എന്റെ റൂമിൽ ഞാൻ തന്നെ ഉണ്ടാക്കാൻ പോകുന്നില്ല. തന്നെ ഉണ്ടാക്കാൻ പോലെ തന്നെയാണോ ഉണ്ടാക്കാൻ പോകുന്നത്? അല്ല, അപ്പാടെ ഇച്ചിരി ഹെൽപ്പ് വെച്ച് അത് ഗ്രേറ്റ് ആണല്ലേ? സ്പേഷ്യസ് ആണ് അല്ലേ? അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും സുഖമായിരിക്കുക, സന്തോഷമായിരിക്കുക. ബായ്.